ഞങ്ങളിങ്ങനെ ഈ ഫീൽഡിലിങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ പലരും ആൾക്കാരും പറയും, നിനക്കൊക്കെ എന്നാ സുഖമാണ്, എല്ലാ സ്ഥലങ്ങളും കാണാമല്ലോ, എല്ലാ സ്ഥലങ്ങളിലും പോകാമല്ലോ എന്ന്. പക്ഷേ ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അതുമുണ്ട്. പക്ഷേ അതാരും മനസ്സിലാക്കത്തില്ല. ഇപ്പോൾ തന്നെ ഞാൻ വർക്കലയിലാണ്. വർക്കലയെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ക്ലിഫ്, ബീച്ച്, അതുപോലെ കുറേ സംഭവങ്ങളാണ്. പക്ഷേ ഇതുണ്ടോ, ഒരു തുരുത്ത് പോലുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഇന്ന് രാത്രി ഒറ്റയ്ക്ക് വേണം കിടക്കാൻ. റൂമോ കാര്യങ്ങളൊന്നും, ഡ്രൈവർമാർക്ക് റൂമോ കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലെ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് കിടക്കണം കേട്ടോ. ഇവിടെ ഇതൊരു പ്രൈവറ്റ് വണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചില സാഹചര്യങ്ങളിലാണ്. മൂന്നാർ തേക്കടി എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഡ്രൈവർമാർ കാണും, പാർക്കിംഗ് സ്ഥലങ്ങൾ കാണും, ഒരാൾ അനക്കമൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ സംഭവം വർക്കലയാണ്, ക്ലിഫാണ്, ബീച്ചാണ്, ഭയങ്കര ഒരു ഗോവ പോലെയൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇതുപോലെയും കുറേ സ്ഥലങ്ങളുണ്ട്. ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ബീച്ചിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഒരു 200 മീറ്ററേ ഉള്ളൂ ഈ ക്ലിഫ് ബീച്ചിലേക്ക്. പക്ഷേ ആ 200 മീറ്ററിൻ്റെ അകം ഇങ്ങനെയാണ്. ഇവിടെ കുറ്റാക്കൊരു ഇരട്ടാണ്ട് ഒരു നല്ലൊരു വെട്ടം പോലും ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ജോലിയുടെ ഒരു പിന്നാമ്പുറ വശം. പിന്നെ ഒരു പ്രധാന കാര്യം എന്നാണെന്ന് വെച്ചാൽ, ഒന്നാമത് ഇവിടെ ഇപ്പം ഈ കടൽ തീരം കൂടി ആയതുകൊണ്ട് ചൂടാണ്. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഡ്രൈവർമാർക്ക് റൂമോ കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടിക്കകത്ത് വേണം ഇന്നത്തെ രാത്രി കഴിച്ചു കൂട്ടാൻ. അത് മൂന്നാറിലാണെങ്കിലും തേക്കടിയിലാണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും നമ്മൾ വണ്ടിക്കകത്ത് തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ ഇതുപോലുള്ള കോവളം, ഈ വർക്കല പോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പം ചൂട് കൂടുതലാണ്. നമുക്കൊരു അരമണിക്കൂർ മാക്സിമം AC ഇട്ട് വണ്ടി ഒന്ന് തണുപ്പിക്കാം. ആ തണുപ്പിൻ്റെ ഒരു ബലത്തിൽ കിടന്നുറങ്ങാം. പിന്നെ കുറച്ച് കഴിയുമ്പം വണ്ടിക്കകം അങ്ങ് ചൂടാകാൻ തുടങ്ങും, പുഴുങ്ങാൻ തുടങ്ങും, ഉറക്കം ശരിയാകത്തില്ല. എല്ലാ ഗവൺമെൻറ്റുകളും ഡ്രൈവർമാർക്ക് റൂം കൊടുക്കണമെന്നൊക്കെ പറയുമ്പോഴും ഇവിടെ വണ്ടി കിട്ടിട്ട് അവിടെ ഉള്ള റൂമിൽ പോയി കിടക്കാൻ ഒരു ഡ്രൈവർമാരും മാനസികമായിട്ട് തയ്യാറാകില്ല. ഒന്നാമത്തെ കാര്യം, അവനവൻ്റെ വണ്ടി രാത്രിയിൽ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ അല്ലേ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപദ്രവമോ കാര്യങ്ങളോ ഒക്കെ വരുമോ എന്നുള്ള പേടി. രണ്ടാമത്തെ കാര്യം, ഡ്രൈവേഴ്സിന് ഇമാർ റൂം കൊടുത്താൽ തന്നെ അതിനൊരു വൃത്തിയും പിടിപ്പും കാണത്തില്ല. അതുകൊണ്ട് എല്ലാ വണ്ടിക്കാരും ഈ വണ്ടിക്കുള്ളിൽ തന്നെയാണ് കിടക്കാറ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു നെഗറ്റീവ് വശം. ഒരു നെഗറ്റീവ് വശം എന്നല്ല, ഒരു നെഗറ്റീവ് വശം. കുറേ നെഗറ്റീവുകളുണ്ടെങ്കിലും അതിലൊരു നെഗറ്റീവ് വശമാണിത്. നിങ്ങൾ കാണുന്ന പോലെ എപ്പോഴും ഇങ്ങനെ സ്ഥലങ്ങൾ മാറി 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 യാത്ര ചെയ്യുന്നു. നല്ല നല്ല ഹോട്ടലുകൾ, നല്ല നല്ല സ്ഥലങ്ങൾ കാണുന്നവർക്ക്, മറ്റേ സിനിമയ്ക്കകത്തവർക്ക് പറയുന്ന പോലെ കാണുന്നവർക്ക് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ജോബ്. പക്ഷേ ഇതുപോലെ ബുദ്ധിമുട്ട് പിടിച്ചൊരു പണി